ഏറ്റവും ഒടുവിൽ ബ്രസീൽ സ്കോർ ചെയ്യുന്നു. ബ്രസീലിന്റെ മഞ്ഞ വസന്തം വിരിയുകയാണ് ഫിലഡൽഫിയ സ്റ്റേഡിയത്തിൽ ബ്രസീലിന്റെ സാമ്പാ നൃത്തം, ആ സാമ്പാ താളം ആസ്വദിക്കുന്നു കാനഡ ആരാധകർ. ലോകമെമ്പാടുമുള്ള ബ്രസീൽ ആരാധകർക്ക് ഇത് ഒരു ആർപ്പുവിളികളുടെ നിമിഷമായി മാറട്ടെ. ബ്രസീലിന്റെ സന്തോഷം, ബ്രസീലിന്റെ തുടരാക്രമണങ്ങൾക്ക് ഒടുവിൽ ഫലം കിട്ടുകയാണ്. 23-ാമത്തെ മിനിറ്റിൽ 23 മിനിറ്റ് ഹെയ്ത്തി പിടിച്ചു നിന്നു. 23 മിനിറ്റ് അനങ്ങാൻ അനുവദിച്ചില്ല ബ്രസീലിന്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ കത്രികപ്പൂട്ട് ഭേദിച്ച് ബ്രസീൽ മുന്നേറുകയാണ്. ഇപ്പോൾ ഹെയ്ത്തിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാസ് അവിടെ മുന്നിലേക്ക് പന്തുമായി എത്തുന്നതോടെ വിനീഷ്യസ് ജൂനിയറിന്റെ ഷോട്ട് അത് റീബൗണ്ട് ആവുന്നു. റീബൗണ്ട് ആയ ശേഷമാണ് അത് പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ബ്രസീൽ ഇതാ മുന്നിലെത്തുകയാണ്. ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ 1-0 ലീഡ് ചെയ്യുന്നു. ഗബ്രിയലിന്റെ കാലുകളിൽ നിന്ന് ബ്രസീലിന്റെ ഗോൾ സ്കോറിംഗ് ഹെയ്ത്തിക്കെതിരെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും ബ്രസീൽ 1-0 ലീഡ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഗോൾ ആരംഭം കേൾക്കുകയാണ് ഫിലഡൽഫിയയിൽ ബ്രസീൽ ആരാധകർ ഇതാ ആനന്ദ നൃത്തം ചവിട്ടുന്നു. ബ്രസീൽ അപ്രതീക്ഷിതമായി ലഭിച്ച ഒരവസരം, അവിചാരിതമായി ലഭിച്ച ഒരവസരം. ബ്രസീൽ ഇതാ ഗോൾ സ്കോർ ചെയ്യുകയാണ്. അവിടെ ഫിലഡൽഫിയ സ്റ്റേഡിയത്തിൽ 1-0 ബ്രസീൽ ലീഡ് ചെയ്യുന്നു. കൂഞ്ഞ ആരെയാണ് ബ്രസീൽ കൊണ്ടുവന്നത് കളത്തിലേക്ക്? അതായത് ആദ്യ ലെവലിൽ മാറ്റം വരുത്തിയ മുന്നിലേക്ക് കൊണ്ടുവന്ന കൂന ഇതാ സ്കോർ ചെയ്യുകയാണ് ബ്രസീലിന് വേണ്ടി. ജേഴ്സി നമ്പർ 9 ക്യൂനയുടെ സ്കോറിംഗിൽ, അതായത് വിനീഷ്യസിന്റെ ഷോട്ടായിരുന്നു. അവിടെ ഗോൾ കീപ്പർ ജോണിയുടെ ദേഹത്ത് തട്ടി, അല്ലെങ്കിൽ സേവിനുള്ള ശ്രമത്തിനിടെ ആ പന്ത് റീബൗണ്ടായി എത്തിയത് ക്യൂനയുടെ മുന്നിലേക്കാണ്. ക്യൂനെ അത് അനായാസം വളരെ സോഫ്റ്റായി ജെന്റിലായി അത് വലയിലേക്ക് തട്ടിയാണ് ആഞ്ചലോട്ടിയുടെ സംഘത്തിന് ഒരു ആശ്വാസത്തിന്റെ നിമിഷം നൽകുന്നത്. ബ്രസീൽ ലീഡ് ചെയ്യുകയാണ് 1-0 ഹെയ്ത്തിക്കെതിരെ ഫിലഡൽഫിയ സ്റ്റേഡിയത്തിൽ. ഏറ്റവും ഒടുവിൽ ബ്രസീൽ സ്കോർ ചെയ്യുന്നു. ബ്രസീലിന്റെ മഞ്ഞ വസന്തം വിരിയുകയാണ് ഫിലഡൽഫിയ സ്റ്റേഡിയത്തിൽ ബ്രസീലിന്റെ സാമ്പാ നൃത്തം, ആ സാമ്പാ താളം ആസ്വദിക്കുന്നു കാനഡ ആരാധകർ. ലോകമെമ്പാടുമുള്ള ബ്രസീൽ ആരാധകർക്ക് ഇത് ഒരു ആർപ്പുവിളികളുടെ നിമിഷമായി മാറട്ടെ. ബ്രസീലിന്റെ സന്തോഷം, ബ്രസീലിന്റെ തുടരാക്രമണങ്ങൾക്ക് ഒടുവിൽ ഫലം കിട്ടുകയാണ്. 23-ാമത്തെ മിനിറ്റിൽ 23 മിനിറ്റ് ഹെയ്ത്തി പിടിച്ചു നിന്നു. 23 മിനിറ്റ് അനങ്ങാൻ അനുവദിച്ചില്ല ബ്രസീലിന്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ കത്രികപ്പൂട്ട് ഭേദിച്ച് ബ്രസീൽ മുന്നേറുകയാണ്. ഇപ്പോൾ ഹെയ്ത്തിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാസ് അവിടെ മുന്നിലേക്ക് പന്തുമായി എത്തുന്നതോടെ വിനീഷ്യസ് ജൂനിയറിന്റെ ഷോട്ട് അത് റീബൗണ്ട് ആവുന്നു. റീബൗണ്ട് ആയ ശേഷമാണ് അത് പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ബ്രസീൽ ഇതാ മുന്നിലെത്തുകയാണ്. ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ 1-0 ലീഡ് ചെയ്യുന്നു. ഗബ്രിയലിന്റെ കാലുകളിൽ നിന്ന് ബ്രസീലിന്റെ ഗോൾ സ്കോറിംഗ് ഹെയ്ത്തിക്കെതിരെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും ബ്രസീൽ 1-0 ലീഡ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഗോൾ ആരംഭം കേൾക്കുകയാണ് ഫിലഡൽഫിയ സ്റ്റേഡിയത്തിൽ ഫിലഡൽഫിയയിൽ ബ്രസീൽ ആരാധകർ ഇതാ ആനന്ദ നൃത്തം ചവിട്ടുന്നു. ബ്രസീൽ അപ്രതീക്ഷിതമായി ലഭിച്ച ഒരവസരം, അവിചാരിതമായി ലഭിച്ച ഒരവസരം. ബ്രസീൽ ഇതാ ഗോൾ സ്കോർ ചെയ്യുകയാണ്. അവിടെ ഫിലഡൽഫിയ സ്റ്റേഡിയത്തിൽ 1-0 ബ്രസീൽ ലീഡ് ചെയ്യുന്നു. കൂഞ്ഞ ആരെയാണ് ബ്രസീൽ കൊണ്ടുവന്നത് കളത്തിലേക്ക്? അതായത് ആദ്യ ലെവലിൽ മാറ്റം വരുത്തിയ മുന്നിലേക്ക് കൊണ്ടുവന്ന കൂന ഇതാ സ്കോർ ചെയ്യുകയാണ് ബ്രസീലിന് വേണ്ടി. ജേഴ്സി നമ്പർ 9 ക്യൂനയുടെ സ്കോറിംഗിൽ, അതായത് വിനീഷ്യസിന്റെ ഷോട്ടായിരുന്നു. അവിടെ ഗോൾ കീപ്പർ ജോണിയുടെ ദേഹത്ത് തട്ടി, അല്ലെങ്കിൽ സേവിനുള്ള ശ്രമത്തിനിടെ ആ പന്ത് റീബൗണ്ടായി എത്തിയത് ക്യൂനയുടെ മുന്നിലേക്കാണ്. ക്യൂനെ അത് അനായാസം വളരെ സോഫ്റ്റായി ജെന്റിലായി അത് വലയിലേക്ക് തട്ടിയാണ് ആഞ്ചലോട്ടിയുടെ സംഘത്തിന് ഒരു ആശ്വാസത്തിന്റെ നിമിഷം നൽകുന്നത്. ബ്രസീൽ ലീഡ് ചെയ്യുകയാണ് 1-0 ഹെയ്ത്തിക്കെതിരെ ഫിലഡൽഫിയ സ്റ്റേഡിയത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.